ദൈവത്തിന് സ്തോത്രം. Greetings to you in the matchless name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. I want to thank the Lord for this opportunity and for this privilege to share the word of God this morning time. ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ ഇന്ന് രാവിലെ കർത്താവ് ഒരുക്കി തന്ന ഈ അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. The Holy Spirit has impressed upon my heart a topic about a man to speak about, and I hope I'm able to convey the message clearly and loudly. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം സംസാരിപ്പാനായി ഞാൻ താല്പര്യപ്പെട്ടപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു ദൈവത്തിന്റെ ദാസനെ കുറിച്ച് പ്രകാശനം തരികയും ആ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനെ ദൈവം സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. Today morning time I would like to speak from the life of Philip the evangelist. സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ചാണ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നത്. Many times when you look around, the life of Philip is very sacred, very different and very rare to find. ദൈവവചനത്തിൽ ഫിലിപ്പോസിനെ കുറിച്ച് വായിക്കുമ്പോൾ എല്ലായിടത്തും നാം ദർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെയധികം പ്രത്യേകതയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധനായ മനുഷ്യന്റെ ജീവിതമാണ് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ ദർശിക്കുന്നത്. Philip is not somebody who you will find outside of the church, but Philip is someone you will find inside of the church. ദൈവസഭയുടെ പുറത്ത് കാണുന്ന ഒരു വ്യക്തിയല്ല ഫിലിപ്പോസ്, മറിച്ച് ദൈവസഭയ്ക്ക് അകത്ത് മാത്രം കാണപ്പെടുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ് എന്ന് നാം അറിയണം. Philip is everyone who is hiding, who is in a capacity but not being able to come out in the front, but hidden somewhere for a time and a purpose. ഫിലിപ്പോസ് നമ്മെ ഓർപ്പിക്കുന്നത് പലപ്പോഴും ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നത് പോലെ വെളിയിൽ വരുവാൻ കഴിയാതെ അടഞ്ഞിരിക്കുന്ന മടുത്തിരിക്കുന്ന ഒരു തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ് ചൂണ്ടിക്കാണിക്കുന്നത്. So today we're going to learn from the life of Philip from the book of Acts chapter 6 1 to 7. പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നിന്ന് ഫിലിപ്പോസിന്റെ ജീവിതത്തെ പഠിക്കുവാൻ നാം ശ്രമിക്കുകയാണ്. Philip has been associated with two specific titles in the Bible. വേദപുസ്തകത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പദവികൾ ഫിലിപ്പോസിന് ഉള്ളതായി നാം അറിയുന്നു. One is Philip the evangelist, second is Philip the deacon. ഒന്ന് ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ, രണ്ട് ഫിലിപ്പോസ് എന്ന് പറയുന്ന മൂപ്പൻ. It is very hard to associate because these titles really do not mean a big thing or it's not a big deal. ഒരിക്കൽ പോലും ഈ രണ്ട് പദവികളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ് എന്ന നിലയിൽ ആരും ചിന്തിക്കരുത്. When you read the Bible, there are 5 offices that are established by Christ. തിരുവെഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ 5 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ദൈവസഭയുടെ നൽകിയിരിക്കുന്നതായി നാം വായിക്കുന്നു. From the book of Ephesians chapter 4 verse 11, when you read, Christ established 5 offices. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ 5 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ശുശ്രൂഷയുടെ ബന്ധത്തിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. You read that Christ gave to some apostles, to some the ministry of prophets, evangelists, pastors and teachers. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. Not the word for some, he gave some. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം ശ്രദ്ധിക്കുക, ചിലരെ എന്നാണ് ഉപയോഗിക്കുന്നത്. When you come to the word or the title deacon, or as a simple meaning servant, it relates to everyone in the church. ഒരു ദാസൻ എന്ന നിലയിൽ നാം ആ വേദഭാഗത്തെ തിരിച്ചറിയുമ്പോൾ ദൈവസഭയിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഒരു ശുശ്രൂഷയാണ് ഈ ഡീക്കൻ അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി. The purpose of 5 of these offices, prophet, apostle, pastor, teacher, evangelist, is to build the church, equip the body of Christ. ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ 5 ഉത്തരവാദിത്തമുള്ള കർത്താവിന്റെ ശുശ്രൂഷക്കാർ അഥവാ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇവരൊക്കെ ദൈവസഭയെ പ്രബോധിപ്പിച്ച് പടുത്തുയർത്തുവാൻ നിയമിക്കപ്പെട്ടവരാണ്. But one common thread that goes through all these offices is evangelism. ഈ 5 ശുശ്രൂഷകളെയും നാം ഒരുമിച്ചെടുത്ത് പഠിക്കുമ്പോൾ ആ 5 പേരിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം അറിയിക്കുക എന്നത്. Evangelism is not a profession, but it is a
passion deep inside of you. സുവിശേഷകൻ എന്നത് ഒരു ജോലിയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവസന്നിധിയിലുള്ള അടങ്ങാത്ത ആവേശവും താല്പര്യവുമാണ്. Evangelism is a result of understanding God's deep love for the outside world, the lost souls. ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് തിരിച്ചറിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു ആവേശമാണ് സുവിശേഷ പ്രവൃത്തി ചെയ്യുക എന്നത്. But when you read the book of Acts chapter 6 verse 1 to 7, the introduction of the word starts with a problem in the church. ആറാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ ആറാം അധ്യായം ആരംഭിക്കുന്നത് ഇന്നത്തെ പ്രസിദ്ധമായ ഒരു ദൈവസഭയുടെ ഒരു വിശദീകരണം നൽകിക്കൊണ്ടാണ്. And you see that there was some kind of argument, disagreement that is happening in the church. ആ ദൈവസഭയിൽ ചില കാര്യങ്ങളെ കുറിച്ച് പല വിധത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുന്നതായി നാം വായിക്കുന്നു. Arguments, disagreements have started from that time. It happens even today. But the point is, you have to move on. ആദ്യ സഭയുടെ ആ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ഇടയിലും പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അത് കാണുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്ത് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. It comes down to the root foundational principle, which is called love of God, Yes. where you serve for the Lord. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നായ സ്നേഹത്തിൽ നാം ഒരുമിച്ച് നിൽക്കുകയും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും നമ്മൾ തയ്യാറാകണം. The book of 1 Corinthians chapter 13, if you read, the whole chapter is dedicated to one word, love. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അധ്യായം മുഴുവൻ ഒരു കാര്യത്തിന് ഊന്നൽ കൊടുക്കുന്നു, സ്നേഹം എന്ന പ്രധാനപ്പെട്ട കാര്യം. Paul, in fact, encourages saying, if I speak in the tongues of men or angels, but do not have love, I'm nothing. 13-ാം അധ്യായം 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. If I have gift of prophecy or revelation, that also doesn't matter if I do not have love. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. Lack of love, the foundational pillar, sometimes stops people from moving on in serving to the fullest capacity. ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന സ്നേഹിക്കുക എന്ന പ്രധാനപ്പെട്ട ഉപദേശത്തിൽ നമുക്ക് പലപ്പോഴും അതൊരു വിലങ്ങ് തടകിയായി നിൽക്കുകയും ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. The Bible sometimes, in fact, points out in the book of 1 John chapter 4 verse 20, saying that if I claim I have love and I do not love my brother, how I can say I love God? 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. The one who has been baptized in the love of God will pay all and everything at any cost, will do all to serve in the capacity for the Lord. ദൈവ സ്നേഹത്താൽ മുഴുകൽ പ്രാപിച്ചിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിനു വേണ്ടി സേവ ചെയ്യുവാൻ ഏതറ്റം വരെയും പോകുന്നതിന് ഒരിക്കൽ പോലും ബുദ്ധിമുട്ടുണ്ടാകയില്ല. This is the book when the sixth office, the office of the deacon or the servanthood, has been established by God when the apostle decided to do something about the problems. കർത്താവിന്റെ സഭയിൽ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അതിനെ അതിജീവിക്കേണ്ടതിന് ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവത്തിന്റെ ദാസന്മാരാൽ നിയോഗിക്കപ്പെട്ടവർ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിട്ട് ഈ ദാസ്യവേലയെ നമുക്ക് കണക്കാക്കുവാൻ കഴിയും. Today morning time the Holy Spirit says there is no exclusion, there is no one that can be excluded from the service to the Lord. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ചും ഒരാളെ പോലും മാറ്റി നിർത്തേണ്ടതില്ല. എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. No matter what capacity it is, the Lord is calling to serve
ഏത് നിലയിൽ ശുശ്രൂഷിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നതെങ്കിലും ആ നിലയ്ക്ക് ശുശ്രൂഷിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയണം. അതിനകത്ത് യാതൊരു വ്യത്യാസങ്ങളുമില്ല. It does not have a position, it does not have a title, but there is a calling to serve. സ്ഥാനങ്ങളും മാനങ്ങളും അതിന് വേണ്ട. പക്ഷെ നമ്മെ എല്ലാവരെയും കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഒരു ദാസനാകുവാൻ വിളിച്ചിരിക്കുന്നു. The calling to serve can be in any capacity. It can be a call to pray, it can be a call to give, it can be a call to intercede. കർത്താവിന്റെ വേല ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുവാനായിരിക്കാം, ഒരുപക്ഷെ ശുശ്രൂഷിക്കുവാനായിരിക്കാം, ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യാനായിരിക്കും. ഏത് നിലയിലാണെങ്കിലും ശുശ്രൂഷിക്കുക എന്നതാണ് പ്രധാനം. It may be a call to support, to build and to comfort, but there is a calling on your life. ഒരാളെ ആശ്വസിപ്പിക്കാനായിരിക്കാം, ഒരാളെ വളർത്തിയെടുക്കുവാനായിരിക്കാം, ഒരാളെ താങ്ങുവാനായിരിക്കാം. പക്ഷേ ഓർക്കുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഒരു വിളി നമ്മുടെ മേലുണ്ട്. It may be a call to encourage somebody or use your talents for the Lord. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, ഒരുവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒരുപക്ഷേ ദൈവം നിങ്ങൾക്ക് നിയോഗം തന്നിരിക്കുന്നു. The church is calling or all the hands to be on the deck, because if you are all together, we are all together, working together, something is bound to happen. ദൈവസഭയെ നിയോഗിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്ക് നാം എല്ലാവരും ഒരുമിച്ച് നിന്ന് ശുശ്രൂഷിക്കുവാൻ തയ്യാറായാൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരുപാട് അസാധ്യങ്ങളെ ദൈവത്തിന് വേണ്ടി നിവർത്തിച്ചെടുക്കുവാൻ നമ്മെ കൊണ്ട് കഴിയും. That's when 7 people were chosen. Philip was one of them, and they joined the church in a new capacity. അതുകൊണ്ട് അന്നത്തെ ആ ദൈവസഭയിൽ 7 പ്രധാനപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പോസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. I want to encourage you this morning time. If you are not involved in church, if your heart is not into church, if you're not serving the Lord in church, if you're not there, you're excluding yourself, there is something that you're missing out. ഒരു കാര്യം നിങ്ങൾ അറിയുക, ദൈവസഭയുടെ ഭാഗമായ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുമ്പോൾ പലപ്പോഴും മാറി നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നു എന്ന് മാത്രമല്ല, ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നും നിങ്ങൾ അറിയണം. If you want the church to move forward as the year 2021 comes, we need all hands on deck. 2021 ദൈവസഭ ഒരുമിച്ച് മുന്നോട്ട് പോയി കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യണമെങ്കിൽ നാം ഒരുമിച്ച് ഐക്യതയോടെ നിൽക്കുവാൻ തയ്യാറാകണം. When you read the book of Acts chapter 6 verse 7, specifically the word of God says, after the addition of these 7 people, Philip including, there were a couple of things that happened. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് ഉൾപ്പെട്ട് നിൽക്കുന്ന 7 പേരെ തിരഞ്ഞെടുത്തതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങളെ നാം അവിടെ വായിക്കുന്നുണ്ട്. If we all join together to serve the Lord in any capacity, 3 things are bound to happen. ദൈവസഭയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ ഐക്യതയോടെ നാം ഒരുമിച്ച് നിൽക്കുവാൻ തയ്യാറായാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കും. Number 1, the word of God will increase. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനം പരക്കുവാൻ ആരംഭിക്കും. Number 2, the number of disciples will multiply. 2, ശിഷ്യന്മാരുടെ എണ്ണം പെരുകുവാനിടയാകുന്നു. Number 3, greater obedience of faith you will find in the lives of people. 3, ദൈവജനത്തിന്റെ മധ്യത്തിൽ വലിയ വിശ്വാസത്തിന്റെ അനുസരണം നാം ദർശിക്കുവാൻ ആരംഭിക്കും. You do not need to push anybody to do great things. They all will be able to follow the obedience and call. ഒരാളെയും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് വേണ്ടി വിശ്വാസത്തിന്റെ അനുസരണമുള്ളവരായി തീരുവാൻ ദൈവം അവരെ സഹായിക്കും. We need the Philip the evangelist in this generation. ദൈവസഭയിലും ഈ കാലഘട്ടത്തിലും സുവിശേഷകനായ ഫിലിപ്പോസിനെ പോലെയുള്ള ആളുകളെ ആവശ്യമുണ്ട്. From nowhere, from nothing, God is calling Philip the evangelist. ഒരു സാധ്യതയുമില്ലാതിരിക്കുന്ന വളരെയധികം അറിയപ്പെടാത്ത സാഹചര്യത്തിൽ നിന്ന് സുവിശേഷകനായ ഫിലിപ്പോസിനെ കർത്താവ് നിയോഗിക്കുകയാണ്. Child of God, do not underestimate your calling on your life. God is calling you for greater things. ദൈവമേ, നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വിളിയെ നിങ്ങൾ തിരസ്കരിക്കരുത്, അതിനെ നിരാകരിക്കരുത്. ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. Philip the evangelist came out, things started to change, and that's what we are going to focus now. സുവിശേഷകനായ ഫിലിപ്പോസിനെ ദൈവം വിളിച്ചപ്പോൾ അവൻ ഒതുങ്ങിക്കിടന്ന സാഹചര്യങ്ങളോട് വിട പറഞ്ഞ് വെളിയിലേക്ക് വരികയും ദൈവനെ ഉപയോഗിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് പകൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. In the Bible you will read 4 times the name Philip.
വേദപുസ്തകത്തിൽ 4 സന്ദർഭങ്ങളിൽ ഫിലിപ്പോസിന്റെ പേര് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. And many times people confuse the Philip is the disciple of Jesus is the same Philip the evangelist. പല ആളുകളും യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന ഫിലിപ്പോസും സുവിശേഷകനായ ഫിലിപ്പോസും ഒന്നാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. But the Bible is very clear. There were 2 Philips. There were the sons of Herod, and then there were 2 other Philips. One was the apostle, one was the evangelist. വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഹെരോദാവിന്റെ മക്കളായ 2 ഫിലിപ്പോസിനെ കുറിച്ച് വായിക്കുന്നു. മാത്രമല്ല സുവിശേഷകനായ ഫിലിപ്പോസും യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസും. Remember, our focus is the Philip the evangelist. ഇന്ന് രാവിലെ നാം ശ്രദ്ധിക്കുന്നത് സുവിശേഷകനായ ഫിലിപ്പോസിനെയാണ്. If we compare these 2 people, Philip the apostle and Philip the evangelist, you will find striking difference. ഫിലിപ്പോസ് എന്ന സുവിശേഷകനെയും യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസിനെയും നാം താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും. One was somebody who used to allow, have people come to him. ഒരാളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ആളുകൾ തന്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. When you look at the life of Philip the evangelist, he always used to approach towards people. എന്നാൽ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ പ്രത്യേകത ആളുകളെ തിരഞ്ഞു കണ്ടുപിടിക്കുവാൻ ശ്രമിച്ച ഒരുവനായിരുന്നു അദ്ദേഹം. Child of God, the love of God inside of you should not restrict you from going outside towards people. നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവ സ്നേഹം ഒരിക്കൽ പോലും ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മെ തടസ്സം ചെയ്യരുത്. ദൈവസ്നേഹം ജനത്തിന്റെ ഇടയിലേക്ക് നമ്മെ നയിക്കണം. It cannot happen that I have such a burden inside of my heart and I cannot move forward to help someone. എന്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായിട്ട് എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ എന്റെ ഭാരം എന്നെ സഹായിക്കണം. It cannot happen if the Lord has placed a burden inside of my heart to pray for someone and I cannot take a couple of minutes to pray for that person. ഹൃദയത്തിൽ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു ഭാരം തന്നിട്ട് പ്രാർത്ഥിക്കാതിരിക്കാൻ ഒരിക്കൽ പോലും എനിക്ക് കഴിയില്ല. The call is to approach and go to people. ദൈവത്തിന്റെ ഈ നിയോഗം നമ്മുടെ മേലുള്ളത് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനാണ്. Half of a problem lies there. അവിടെയാണ് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്. We are hesitant to leave our positions. നമ്മുടെ സ്ഥാനങ്ങൾ വിട്ടുകളയാൻ നമുക്ക് തയ്യാറല്ല. Our titles are so important. നമ്മുടെ സ്ഥാനങ്ങൾ നമുക്ക് വളരെ പ്രാധാന്യമാണ്. But the church needs the Philip the evangelist. എന്നാൽ ദൈവസഭയ്ക്ക് വേണ്ടത് സുവിശേഷകനായ ഫിലിപ്പോസിനെ പോലെയുള്ളവരെയാണ്. Who is willing to go outside. ദൈവസഭയ്ക്ക് ദൈവജനത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നവരെ. Who is ready to approach someone. അങ്ങനെ മറ്റുള്ളവരെ കണ്ടെത്തുവാൻ അവരെ അപ്രോച്ച് ചെയ്യുവാനും ആര് തയ്യാറാകും? Number 2, the difference that you find. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. When Jesus was feeding 5,000 people, 5000 പേരെ കർത്താവ് പോഷിപ്പിക്കുന്ന സമയത്ത് he tested Philip and asked him, ഫിലിപ്പോസിനെ പരീക്ഷിച്ചിട്ട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. what you need to feed these people. ഈ വലിയ ജനക്കൂട്ടത്തിന് ഭക്ഷണം കൊടുക്കുവാൻ നിങ്ങൾക്ക് എത്ര പണം വേണം? Philip the apostle quickly calculated in his head and said 200 denarii is what you need to feed these many people. വളരെ പെട്ടെന്ന് തന്നെ തന്റെ മനസ്സിൽ കണക്കുകൂട്ടൽ നടത്തിയിട്ട് ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞു 200 പണം മതിയാകയില്ല. It is like 6 months of wages that you are giving to pay to feed these 5,000 people. ഏതാണ്ട് 6 മാസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് അതിന് ലഭിക്കുന്ന സാലറിയാണ് ഈ വലിയ ജനക്കൂട്ടത്തിന് ആഹാരം കൊടുക്കുവാൻ ആവശ്യമെന്ന് ഫിലിപ്പോസ് പറയുന്നു. But when you look at the life of Philip the evangelist, എന്നാൽ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ you do not find him hesitating to pay any cost. കർത്താവിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചിലവാക്കുവാൻ ഒരു മടിയുമില്ലാത്ത സുവിശേഷകനായ ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നു. He is versatile to be used in any capacity. തനിക്ക് ദൈവം നൽകിയിരിക്കുന്നതല്ല ഏത് കാര്യവും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാണ്. To do anything in the faith that God has given him and saying it is possible. ദൈവം തനിക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാനും അസാധ്യങ്ങളെ സാധ്യമാണെന്ന് പ്രഖ്യാപിക്കുവാനും ഫിലിപ്പോസ് തയ്യാറാണ്. We need Philip the evangelist with full of faith and power that God may use in this generation. പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ അധികാരത്തോടും ശക്തിയോടും കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന സുവിശേഷകനായ ഫിലിപ്പോസിനെ പോലെയുള്ളവർ ഈ കാലഘട്ടത്തിലും ആവശ്യമാണ്. Few people, maybe it may not be too many people, but those few people are enough to change the world. ഒരുപക്ഷേ നമ്മൾ നോക്കുമ്പോൾ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ദൈവശക്തി അവരുടെ മേലുണ്ടെങ്കിൽ ചുരുക്കം പേരെ
കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. The third difference that you find is Philip the evangelist and apostle is. ആ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം സുവിശേഷകനായ ഫിലിപ്പോസും യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. In the book of John chapter 14 verse 8, Philip the apostle is asking the Lord, show us the Father. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ഈ ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. For 3.5 years being with the Lord, seeing his ministry, seeing dead people rising up, sick being healed, the lost being saved, this man is yet asking a question. കഴിഞ്ഞ 3.5 വർഷങ്ങളായി യേശുവിനോട് കൂടെ പോയപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് ഫിലിപ്പോസ് കണ്ടിട്ടുണ്ട്. മരിച്ചവർ ഉയർക്കുന്നു, മുടന്തര് സൗഖ്യമാകുന്നു, കുരുടന്റെ കണ്ണു തുറക്കുന്നു, അനേക ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നു. പക്ഷേ ഇപ്പോഴും ഫിലിപ്പോസ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. It does not matter how long you have been with the Lord. It does not calculate, but with the fact that how much you know him in depth and in relationship is what is important. എത്ര നാളുകളായി യേശുവിന്റെ കൂടെ നിങ്ങൾ ആയിരിക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം, മറിച്ച് യേശുവുമായിട്ട് നിങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ടോ, യേശുവിനെ നിങ്ങൾക്ക് അറിയാമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. You will find Philip the evangelist going out to Samaria and then to speak to the eunuch and tell him the gospel of Jesus Christ. സുവിശേഷകനായ ഫിലിപ്പോസ് മരുഭൂമിയിലേക്ക് ചെന്നിട്ട് എത്യോപ്യക്കാരനായ ഷണ്ഡനോട് സുവിശേഷം പറയുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. We need Philip the evangelist in this generation. ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സുവിശേഷകന്മാരായ ഫിലിപ്പോസുമാരെയാണ് നമുക്ക് ആവശ്യം. Coming from nowhere, no position, but ready to serve the Lord. സ്ഥാനങ്ങളും മാനങ്ങളും തനിക്കില്ല. താൻ വരുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും വലിയ സാഹചര്യങ്ങളല്ല, പക്ഷേ യേശുവിന് വേണ്ടി സേവ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. When you read the Bible from that portion, Acts chapter 6, you will read there are qualities that the apostles were looking when they were selecting these 7 men. പ്രവർത്തകരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 7 പേരെ തിരഞ്ഞെടുക്കുന്ന അപ്പോസ്തലന്മാർ ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടാകണമെന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. When you read the verse number 3, Acts 6 verse 3, it says, brothers and sisters, choose 7 men among you who are full of wisdom, spirit, and we will turn over the responsibility to them. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. 3 things are needed for you to be the Philip the evangelist. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സുവിശേഷകനായ ഒരുവനായി നിങ്ങൾ മാറുവാൻ ആവശ്യം. The Bible never focuses on your talents or gifts, but the Bible is looking for your report, the reputation, what you have. ദൈവം ഒരിക്കൽ പോലും ദൈവം നിങ്ങളുടെ സ്ഥാനങ്ങളോ മാനങ്ങളോ നോക്കുന്നില്ല. ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളുടെ സമർപ്പണം മാത്രമാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. Number 1 that you read is men of honest report or reputation. ഒന്നാമത്തെ കാര്യം നല്ല സാക്ഷ്യമുള്ള പുരുഷന്മാർ. We need men of reputation. നമുക്ക് വേണ്ടത് നല്ല സാക്ഷ്യമുള്ള ആളുകളെയാണ്. Why it is important? എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്? Because you are exactly the same wherever you go. കാരണം നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. As I said, the Lord is not focusing on your gifts and talents. ദൈവം നിങ്ങളുടെ കഴിവുകളിലല്ല ആശ്രയിക്കുന്നത്. But he is focusing on your character, which becomes your eligibility. ദൈവം നോക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തെയാണെന്ന് നിങ്ങൾ അറിയണം. Wherever you go, whether it's a social life, you are the same person. സാമൂഹ്യ ജീവിതത്തിലോ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. In your personal financial life, you are the same person. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാമ്പത്തിക കാര്യത്തിലും നിങ്ങൾ ഒരുപോലെ തന്നെയായിരിക്കും. In your public life, you are the same person. നിങ്ങളുടെ പൊതുജീവിതത്തിൽ നിങ്ങൾ ഒരേ വ്യക്തി തന്നെയായിരിക്കും. When you go to work, you are the same person. ജോലി സ്ഥലത്ത് പോകുമ്പോഴും ഒരു വ്യത്യാസവുമില്ല, ഒരേ വ്യക്തി. When you go to school or you are in ministry, you are the same person. ശുശ്രൂഷയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യക്തി തന്നെ. God is looking at your character. ദൈവം നോക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. The book of 1 Timothy chapter 4 verse 12 says like this. 1 തിമോഥെയോസ് 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, Let no one despise your youth, or do not let anyone put you down because you are young. 1 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം, ആരും നിന്നെ യവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. And then it further says, teach believers with your life.
അതിനുശേഷം തിമോഥെയോസിനോട് പറയുന്നു, നിന്റെ ജീവിതം കൊണ്ട് വിശ്വാസികളെ മാതൃകയായി നിൽക്കുക. In word, in demeanor, നിന്റെ വാക്കിലും നടപ്പിലും, by love, by faith, and by integrity. നിന്റെ സ്നേഹത്തിലും നിന്റെ ജീവിതത്തിലും നിന്റെ അഖണ്ഡതയിലും മാതൃകയായിരിക്കുക. All that you need to serve for the Lord or in any capacity is this condition. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് നാം ഇവിടെ വായിക്കുന്നത്. You may not be singing very well or eloquent speaker, but this is what God is looking. നല്ലൊരു ആരാധനക്കാരനോ പാട്ടുപാടുന്നവരോ പ്രസംഗകരോ ആയിരിക്കാം നിങ്ങൾ, പക്ഷെ കർത്താവ് നോക്കുന്നത് ഇതാണ്. You want to be a world changer, this is what God is looking. നിങ്ങൾക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കാം, പക്ഷെ ദൈവം കാണുന്നു നോക്കുന്നത് ഇതാണ്. Stand by integrity. നിങ്ങളുടെ അഖണ്ഡതയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മാതൃകയോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. In fact, in the book of 1 Peter 2 verse 12 it says, be careful living properly among pagans. 1 പത്രോസ് 2-12 വാക്യത്തിൽ വായിക്കുന്നു, ജാതികളുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ ജീവിക്കണം. Or your unbelieving neighbors, be careful. കാരണം നിങ്ങളുടെ അവിശ്വാസികളുടെ മധ്യത്തിൽ നിങ്ങൾ വേണ്ട മാതൃകയോടെ ജീവിച്ചില്ലെങ്കിൽ ഒരിക്കൽ പോലും അവർ യേശുവിനെ കാണില്ല. Matthew 23 verse 3 says, preach what you believe in. മത്തായിയുടെ സുവിശേഷം 23 വാക്യത്തിൽ വായിക്കുന്നു, നീ പ്രസംഗിക്കുന്നത് തന്നെ നിന്റെ ജീവിതത്തിൽ പാലിക്കുക. Practice what you preach. പ്രസംഗിക്കുന്നത് പ്രമാണിക്കുക. You want God to use you. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. Just practice what you preach. നിങ്ങൾ പ്രസംഗിക്കുന്നത് പ്രമാണിക്കുക. Set yourself apart. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വേർപെട്ട് നിർത്തുക. Allow your character to be same everywhere. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാകട്ടെ. That's what Philip was about. സുവിശേഷകനായ ഫിലിപ്പോസ് അങ്ങനെയായിരുന്നു. The number 2 that you look at, the condition is full of Holy Spirit. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ അവൻ ആത്മാവ് നിറഞ്ഞവനായിരുന്നു. It is very possible that a man cannot be filled to the brim with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആ നിറവിലേക്ക് എത്തുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതാണെന്ന് ആളുകൾ ചിന്തിക്കുന്നു. It's not easy. അത് എളുപ്പമുള്ള കാര്യമല്ല. And when you are living in the world, there are things that are draining you down. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആത്മനിറവിനെ നമ്മിൽ നിന്ന് ഊറ്റിക്കളയുന്ന പലതുണ്ട്. But the Bible encourages you, the Ephesians chapter 5 verse 18, be filled with the Spirit. പക്ഷേ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മോട് വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യം, ആത്മനിറവുള്ളവരാകുക. The one who is filled with the Holy Spirit, his walk of life will be different. ആത്മനിറവുള്ളവരുടെ ജീവിതം വ്യത്യാസമുള്ള ജീവിതമായിരിക്കും. If you're called to run a race with a glass full of water, നിങ്ങളുടെ കയ്യിൽ ഒരു നിറഞ്ഞ ഗ്ലാസ്സിൽ വെള്ളവുമായി ഓടാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, your goal is not to come first but to finish the race. നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഓട്ടം പൂർത്തീകരിക്കുക എന്നതായിരിക്കില്ല. You're not looking at anybody, you're looking at your cup that the water should not fall down. കാരണം നിങ്ങളുടെ ലക്ഷ്യം മുഴുവൻ ആ വെള്ളം, നിങ്ങളുടെ ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളം താഴെ പോകാതിരിക്കുന്നത് ആയിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. This is exactly what happens with the man who is full of Holy Spirit. ആത്മനിറവുള്ളവരുടെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. He would not look at anybody else's life. മറ്റുള്ളവരുടെ ജീവിതത്തെ അവർ ഒരിക്കലും നോക്കില്ല. His integrity is important. സ്വന്തം വ്യക്തിത്വം ആ ജീവിതത്തിന്റെ മാതൃകയായിരിക്കും അദ്ദേഹത്തിന് പ്രധാനം. He is constantly dependent on the Holy Spirit. ആത്മാവിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കുന്ന ഒരു ജീവിതം. Let me tell you one more thing. ഒരു കാര്യം കൂടെ പറയട്ടെ. You compete with the world. ഈ ലോകവുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് അറിയണം. Whatever level it may be. ഏത് അവസ്ഥയിലാണ് നമ്മൾ മത്സരിക്കുന്നതെങ്കിലും You cannot beat the world. ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. Whether it's your talents, നിങ്ങളുടെ കഴിവാകട്ടെ, whether it's technology, നിങ്ങളുടെ ടെക്നോളജി ആകട്ടെ, whether it's science, ശാസ്ത്രമാകട്ടെ, whether it's wonders. അത്ഭുതങ്ങളാകട്ടെ, But I'm telling you, you cannot compete the world. ഈ ലോകവുമായി നമുക്ക് മത്സരിക്കാൻ കഴിയില്ല. How can you compete with the world? എന്നാൽ ഈ ലോകത്തോട് മത്സരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സാധ്യതയുണ്ട്. There is one thing that the world does not have. ഈ ലോകത്തിലില്ലാത്ത ഒരേ ഒരു കാര്യം, The power of the Holy Spirit. ദൈവാത്മാവിന്റെ ശക്തിയാണത്. It is deposited in you, child of God. നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവം തന്നിരിക്കുന്നു. It's inside of you, the power of the Holy Spirit. ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളുടെ അന്തരാത്മാവിലുണ്ട്. The one who is filled with the Holy Spirit, ആത്മനിറവ് പ്രാപിച്ചവർ in whatever capacity he may be, ഏത് കാര്യത്തിലാണെങ്കിലും the world will seek him. ആ ലോകം അവരെ അന്വേഷിക്കും. The world will look for him അവനെ ലോകം അന്വേഷിക്കും. because something has been given inside. കാരണം അവന്റെ ഹൃദയത്തിൽ ദൈവം എന്തോ കൊടുത്തിട്ടുണ്ട്.
the power of the Holy Spirit. അത് ദൈവശക്തിയാണ്. We need Philip the evangelist full of the Holy Spirit. ആത്മശക്തിയുള്ള സുവിശേഷകനായ ഫിലിപ്പോസിനെ പോലെയുള്ളവരെ നമുക്ക് ആവശ്യമുണ്ട്. You have to be dependent on the Holy Spirit. Say, Lord, fill me again. ആത്മശക്തിയിൽ നിറയപ്പെടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ ഇനിയും നിറയ്ക്കണമേ. When you offer the world what the world cannot offer, ലോകത്തിന് തരാൻ കഴിയാത്തത് നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ, you will see people seeking you. ദൈവം ജനങ്ങൾ നിങ്ങളെ അന്വേഷിക്കുന്നത് നിങ്ങൾ കാണുവാനിടയാകും. You do not need to do nothing apart from that. അതിൽ നിന്ന് മാറി നിന്ന് മറ്റൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടാകില്ല. നിങ്ങൾ ചെയ്യുകയും വേണ്ട. People will start seeking Philip the evangelist. സുവിശേഷകനായ ഫിലിപ്പോസിനെ ആളുകൾ അന്വേഷിച്ചു വരും. Then you read the third qualification is full of wisdom. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്വഭാവ വിശേഷത, അവൻ ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. Wisdom that comes from the word of God. വചനത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. The wisdom that allows you to apply the truth. സത്യം ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ജ്ഞാനം. And the wisdom when to apply, how to apply. എപ്പോൾ എവിടെ എങ്ങനെ അത് പ്രയോജനപ്പെടുത്തണം ഉപയോഗിക്കണമെന്നുള്ള ജ്ഞാനം. The wisdom that is true, godly and wise in nature. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം, അത് വളരെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്ന ജ്ഞാനം. In this generation, in order for you to live, you cannot live without the wisdom of the Holy Spirit. പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം കൂടാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. Before you wake up in the morning, the devil has devised plans to pull you down, to destroy your life. രാവിലെ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അന്ന് നിങ്ങളുടെ ജീവിതത്തെ തകർത്തെറിയാൻ പിശാച് പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ടാകാം. The devil already has set plans and people and resources to pull you down. നിങ്ങളെ തകർക്കുവാനും നിങ്ങളെ വലിച്ചു താഴെയിടുവാനും സാഹചര്യങ്ങളെയും ആളുകളെയും പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ടാകാം. This is why you need to ask the Lord, give me wisdom, Lord. അതുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എനിക്ക് അറിവ് ജ്ഞാനം തരണമേ. Give me understanding. എനിക്ക് തിരിച്ചറിവ് നൽകണമേ. How to apply the truth. വിശ്വാസത്തെയും സത്യത്തെയും പ്രായോഗികമാക്കാനുള്ള ജ്ഞാനം തരണമേ. And when to apply. എപ്പോഴത് പ്രായോഗികമാക്കണമെന്ന്. The fourth thing that you'll read from Philip's life is, ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്ന നാലാമത്തെ കാര്യം, he's an evangelist. An evangelist will have a message. അദ്ദേഹം ഒരു സുവിശേഷകനാണ്. സുവിശേഷകൻ എല്ലായ്പ്പോഴും ഒരു സന്ദേശം ഉണ്ടായിരിക്കും. The book of Acts chapter 8 verse 12 says like this. 6-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 6-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. Philip had only 2 agendas. ഫിലിപ്പോസിന് 2 ലക്ഷ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. Preach the kingdom of God. ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുക. And preach the name of Jesus. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക. Preaching always does not mean just saying out in public. പൊതുവിൽ സംസാരിക്കുന്നതല്ല എല്ലായ്പ്പോഴും പ്രസംഗമെന്ന് നിങ്ങൾ അറിയണം. Preaching from your life. നിങ്ങളുടെ ജീവിതത്തെ ഒരു പ്രസംഗമാക്കി മാറ്റുവാൻ കഴിയും. From your lifestyle. നിങ്ങളുടെ ജീവിത രീതി കൊണ്ട്. When there are many people who are diluting the gospel of Jesus Christ. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ അനേകം ആളുകൾ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ, Philip did not. He spoke the gospel of Jesus Christ. യേശുവിന്റെ സുവിശേഷം അദ്ദേഹം പ്രസംഗിക്കുവാൻ തയ്യാറായി. He did not lose his focus or his vision. തന്റെ ലക്ഷ്യവും ദർശനവും ഫിലിപ്പോസിന് നഷ്ടപ്പെട്ടില്ല. And he was very versatile in any capacity to be used by God. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏത് അറ്റം വരെയും പോകാൻ അവൻ തയ്യാറായിരുന്നു, കഴിവുള്ളവനായിരുന്നു. Whether it's to speak, whether it's to serve, he was available. പ്രസംഗിക്കുക എന്ന് പറഞ്ഞാലും ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാലും ഫിലിപ്പോസ് സന്നദ്ധനായിരുന്നു. The Holy Spirit pointed out how he switched from one position capacity to the other. പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി തന്നെ ഓർപ്പിക്കുന്നത് ഒരു ശുശ്രൂഷയിൽ നിന്ന് മറ്റൊരു ശുശ്രൂഷയിലേക്ക് അവൻ എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെ കുറിച്ച്. See, many of us believe that God has called me only for one thing. പല ആളുകളും വിശ്വസിക്കുന്നത് എന്നെ ഒരു കാര്യത്തിന് മാത്രമേ ദൈവം വിളിച്ചിട്ടുള്ളൂ. And that's not true. അത് സത്യമല്ല. God wants to use you to the fullest potential. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ മുഴുവൻ കഴിവുകളെയും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. As long as you're willing and ready to serve. നിങ്ങൾ ശുശ്രൂഷിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം അതിന് തയ്യാറാണ്. In any capacity. ഏത് നിലയിലും God will use your life. നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഉപയോഗിക്കും. You see, the switch from one capacity to the other happened because of
one key thing. ഒരു ശുശ്രൂഷയുടെ പദവിയിൽ നിന്ന് മറ്റൊരു ശുശ്രൂഷയുടെ മേഖലയിലേക്ക് മാറാൻ ഫിലിപ്പോസിനെ പ്രയോജനമാക്കിയത് ഒരു പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണ്. And the verse number 6 from the Acts chapter 6 reveals like this. ആറാമധ്യായം അപ്പോസ്തല പ്രവൃത്തി ആറാമധ്യായം ആറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. They presented these men to apostles who prayed and laid their hands on them. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. See, you want God to use you, you have to be submissive and accountable to power. ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്നെങ്കിൽ നിങ്ങളുടെ മേൽ അധികാരപ്പെടുത്തിയിരിക്കുന്നവരെ കീഴ്പ്പെട്ടിരിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. Being submissive to the godly authority is important for God to use your life. ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഈ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയൂ. അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണ്. Every man of God that you take, the Lord has been using him. There is a mentor behind him. ഏതൊരു ശുശ്രൂഷകനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാലും ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവരുടെ വിജയത്തിന്റെ പിമ്പിൽ അവരെ കറക്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയുണ്ട്. Philip was submissive. ഫിലിപ്പോസ് എല്ലായ്പ്പോഴും സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. And then you read further in his life that when God spoke to him, run behind the chariot. പിന്നീട് നമ്മൾ വായിക്കുന്നു ഫിലിപ്പോസിനോട് ദൈവം പറയുന്നു ഒരു രഥത്തിന്റെ പിന്നാലെ നീ ഓടുക. Verse number 29 and 30 from chapter number 8. എട്ടാം അധ്യായം 28 29 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ there is a mystery that is revealed in that portion. ആ ഭാഗത്ത് ഒരു വലിയ വെളിപ്പാട് ദൈവം നൽകുന്നുണ്ട്. Imagine a man running behind a chariot and behind horses. ഒരു രഥത്തിന്റെ പിന്നാലെ കുതിര വരയ്ക്കുന്ന രഥത്തിന്റെ പിന്നാലെ ഒരുവൻ ഓടുന്നതൊന്ന് ചിന്തിച്ചു നോക്കുക. And God is telling this generation three things from that portion. ആ വേദഭാഗത്തു നിന്ന് ഈ കാലഘട്ടത്തോട് ദൈവം മൂന്ന് കാര്യങ്ങൾ പറയുന്നു. Number 1, ഒന്നാമത്തേത്, even when you're running for anything in your life, there is something else that you're doing. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടുന്നവരെങ്കിലും മറ്റെന്തോ ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Philip was told to run behind horses. കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞു രഥത്തിന്റെ പിന്നാലെ ഓടുക. But he was speaking while he was running. അദ്ദേഹം ഓടുന്നതിന്റെ ഇടയിൽ രഥത്തിലേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. The second revelation is Philip means lover of horses. രണ്ടാമത്തെ കാര്യം ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ കുതിരകളെ സ്നേഹിക്കുന്നവനെന്നാണ്. But when he submitted his life, God turned him from lover of horses to lover of souls. എന്നാൽ അദ്ദേഹം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഫിലിപ്പോസിനെ കുതിരകളെ സ്നേഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആത്മാക്കളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റി. Whatever you might be doing, but God will convert your heart to love the souls. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടാൽ ആത്മഭാരമുള്ളവനാക്കി ദൈവം നിങ്ങളെ മാറ്റും. And I wondered why he had to run. He could have been taken directly into the chariot. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ രഥത്തിന്റെ അകത്ത് കയറിയിരിക്കാമായിരുന്നല്ലോ. എന്തിനാണ് രഥത്തിന്റെ പിന്നാലെ ഓടിയത്? The Lord is telling that there is a price, the cost that you have to pay when you run in your gospel. നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഓടുമ്പോൾ കർത്താവിന് വേണ്ടി ഓടുമ്പോൾ വില കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ അറിയണം. You will not achieve nothing without paying the price. വില കൊടുക്കുവാൻ തയ്യാറല്ലെങ്കിൽ ലോകത്തിൽ ഒന്നും നിങ്ങൾ നേടില്ല. You want God to use you, be ready to pay any price. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുക. Finally, I want to conclude with the last point from Philip's life. ഫിലിപ്പോസിന്റെ ജീവിതത്തിലെ ഒടുവിലത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Chapter number 21, 8 and 9, the book of Acts the Apostle. 21-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 8-9 വാക്യങ്ങൾ. You read about his 4 daughters who were prophetess. അവിടെ നമ്മൾ വായിക്കുന്നു സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രവാചകിമാർ. The Lord spoke to me through that portion and gave me 4 points I want to share. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി. Number 1, when Philip was all across the globe running there, here with the gospel. സുവിശേഷത്തിന് വേണ്ടി ഫിലിപ്പോസ് ലോകം മുഴുവൻ ഓടി നടക്കുമ്പോൾ I do not know who was in his house to take care of his children. തന്റെ കുടുംബത്തെ തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ആരാണ് ഉണ്ടായിരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. Listen, if you serve the kingdom of God, God is responsible for your children. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്താൽ കർത്താവിനെ സേവിച്ചാൽ നിങ്ങളുടെ തലമുറയുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. Number 2, God wants to use your children in a special way. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് താല്പര്യമുണ്ട്. Number 3, women
women have a bigger role in church in spiritual aspect. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സഹോദരിമാർക്കും ദൈവസഭയിൽ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. Number 4, നാലാമത്തെ കാര്യം Philip the evangelist was somebody at his home before he became somebody outside. അദ്ദേഹം ലോകത്തിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സ്വന്തം കുടുംബത്തിൽ ദൈവത്തെ സേവിക്കുവാൻ മാതൃകയോടെ ജീവിക്കാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു. Life of an evangelist starts at home. ഒരു സുവിശേഷകന്റെ ജീവിതം ആരംഭിക്കുന്നത് സ്വന്തം കുടുംബത്തിലാണ്. You want to do something for the Lord? Let's start from home. സ്വന്തം കുടുംബത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുക. You want to build your church, you want to build a ministry, let's start from home. നിങ്ങളുടെ ശുശ്രൂഷ വലുതായി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു സഭ ഉയർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം കുടുംബത്തിൽ അത് ആരംഭിക്കട്ടെ. God wants to use your family. നിങ്ങളുടെ കുടുംബത്തെ ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. We're going to close our eyes and we're going to pray now. നാം ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. The lost Philip. ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ. We need Philip in this ഈ generation. കാലഘട്ടത്തിൽ നമുക്ക് സുവിശേഷകന്മാരായ ഫിലിപ്പോസുമാരെ ആവശ്യമുണ്ട്. Can you say to the Lord, make me Philip the evangelist? ദൈവത്തോട് പറയുവാൻ കഴിയുമോ, കർത്താവേ എന്നെയും ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ പോലെയാക്കി മാറ്റണമേ. Philip the deacon. ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഫിലിപ്പോസിനെ പോലെ, Ready, available and ready to pay any price. കർത്താവിന് വേണ്ടി എന്ത് വില കൊടുക്കുവാനും തയ്യാറുള്ള സുവിശേഷകനായ ഫിലിപ്പോസിനെ പോലെ. Precious Father, we surrender our lives. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. Thank you from speaking through your word. നിന്റെ വചനത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം. May this word bring forth fruit in people's life. ജനത്തിന്റെ ജീവിതങ്ങളിൽ ഇത് ഫലമുള്ളതാക്കി തീർക്കണമേ. And use everyone in a special way, Lord. കർത്താവേ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ഉപയോഗിക്കണമേ. We place our church into your hands. Strengthen the church. കർത്താവേ, ഞങ്ങളുടെ സഭയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. And only your name be glorified. കർത്താവേ, അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. I want to thank Pastor for giving this opportunity. God bless you with these words.